അന്നപൂർണേ സദാപൂർണേ പാർവതി. പട്ടിണിയില്ലാത്ത വരുന്നവർക്കെല്ലാം വയറുനിറയെ അമൃതുപോലെ ഭക്ഷണം നൽകുന്ന ഒരു നാട്, അതാണ് കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന്. ഇവിടെയുള്ളവർക്ക് അന്നപൂർണേശ്വരി ദേവി വെറുമൊരു ദൈവമല്ല, സ്വന്തം മക്കളെ പോലെ ഊട്ടുന്ന ഒരമ്മയാണ്. കാശിയിലെ അന്നപൂർണേശ്വരി പ്രതിഷ്ഠയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതേ ചൈതന്യത്തോടെ കേരളത്തിൽ ദേവി കുടികൊള്ളുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. എന്താണ് കാശിയിൽ നിന്നും അമ്മ ഈ ചെറുകുന്നിലെത്താനുള്ള കാരണം? ഈ ക്ഷേത്രത്തിന്റെ നിഗൂഢമായ ഐതിഹ്യങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്നിച്ചു പോകാം. നമുക്ക് ഇതിന്റെ ചരിത്രത്തിലേക്കും ഐതിഹ്യങ്ങളിലേക്കും കടക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതുപോലെ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കാശിയിൽ വലിയൊരു ക്ഷാമമുണ്ടായി. ജനങ്ങൾ വിശപ്പ് കൊണ്ട് വലഞ്ഞു. ആ സമയത്ത് കാശിയിലെ അന്നപൂർണേശ്വരി ദേവി കപ്പൽ മാർഗം തന്റെ തോഴിമാരുമായി ദക്ഷിണ ഭാരതത്തിലേക്ക്, അതായത് നമ്മുടെ മലബാറിലേക്ക് പുറപ്പെട്ടു എന്നാണ് കഥ. ദേവിയും സംഘവും വന്നിറങ്ങിയത് ഇന്നത്തെ കണ്ണൂരിലെ മാടായിപ്പാറക്കടുത്തുള്ള തീരത്താണ്. അവിടെ നിന്നും യാത്രാമധ്യേ ദേവി വിശ്രമിക്കാൻ തിരഞ്ഞെടുത്തത് പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു ചെറിയ കുന്നൻ പ്രദേശമാണ്. ചെറിയ കുന്ന് എന്നതിൽ നിന്നാണ് ഈ സ്ഥലത്തിന് പിന്നീട് ചെറുകുന്ന് എന്ന പേര് വന്നത് എന്നും പറയപ്പെടുന്നു. പിന്നീട് പരശുരാമനാണ് ഇവിടെ ദേവിയുടെ ചൈതന്യം മനസ്സിലാക്കി ക്ഷേത്ര നിർമ്മാണം നടത്തിയത് എന്നാണ് വിശ്വാസം. ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് മറ്റൊരു വലിയ സവിശേഷത കൂടിയുണ്ട്. സാധാരണ അമ്പലങ്ങളിൽ ദേവി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ശിവന്റെ കൂടെയോ ആയിരിക്കും പ്രതിഷ്ഠ. എന്നാൽ ഇവിടെ കിഴക്കോട്ട് ദർശനമായി അന്നപൂർണേശ്വരിയും പടിഞ്ഞാറോട്ട് ദർശനമായി കൃഷ്ണന്റെ പ്രതിഷ്ഠയും ഉണ്ട്. രണ്ട് പ്രധാന പ്രതിഷ്ഠകൾ അഭിമുഖമായി വരുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. കൈകളിൽ കടുക്ക പായസവും തവിയുമേന്തി വരുന്ന ഭക്തർക്ക് അന്നമേകാൻ കാത്തുനിൽക്കുന്ന ഭാവത്തിലാണ് അമ്മയുടെ ഇവിടുത്തെ വിഗ്രഹം. ചെറുകുന്ന് ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ അന്നദാനം പറയാതിരിക്കാൻ കഴിയില്ല. അവിടെ എത്തുന്ന ഒരു ഭക്തനും വിശപ്പോടെ മടങ്ങരുത് എന്നത് അമ്മയ്ക്ക് നിർബന്ധമാണ്. ദിവസേന നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടുത്തെ ചോറും കറിയും കഴിച്ചാൽ കഠിനമായ രോഗങ്ങൾ മാറുമെന്നും ജീവിതത്തിൽ ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നുമാണ് ഭക്തരുടെ അനുഭവം. ചിറക്കൽ രാജവംശവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ക്ഷേത്രമാണിത്. പണ്ടുകാലത്ത് ചിറക്കൽ തമ്പുരാക്കന്മാരാണ് ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. ഇന്നും അവിടുത്തെ പ്രധാന ചടങ്ങുകളിലും ഉത്സവങ്ങളിലും ആ രാജപാരമ്പര്യത്തിന്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണിത്. കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി വിശക്കുന്നവന്റെ വയറു നിറയ്ക്കുന്ന ഒരു വലിയ കാരുണ്യത്തിന്റെ പ്രതീകമാണ് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. കണ്ണൂരിലേക്ക് വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട, വന്നു തൊഴുത് പ്രസാദം കഴിക്കേണ്ട ഒരു പുണ്യസ്ഥലം. നിങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ കണ്ണൂർ കൊട്ടിയൂരമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയുമായി നമുക്ക് കൊട്ടിയൂരമ്പലത്തിന്റെ മണ്ണിൽ വെച്ച് കാണാം.